വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രത്ന മിസ്. അപ്പൊ മക്കളെ, നമ്മുടെ എക്സാം ഒക്കെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പൊ IT എക്സാമിനെ കുറിച്ച് നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ നമുക്കറിയാം, IT എക്സാമിൽ നമുക്ക് രണ്ട് എക്സാമുകൾ ഉണ്ട്. തിയറി എക്സാമും ഉണ്ട്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമും ഉണ്ട്. അപ്പോൾ ഇതിന് എത്ര മാർക്കാണ്? IT എക്സാമിന് 50 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. അതെങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്? തിയറിക്ക് നമുക്ക് 10 മാർക്ക് വേണം, അതുപോലെ തന്നെ പ്രാക്ടിക്കലിന് നമുക്ക് എന്താണ് 28 മാർക്ക് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ നിങ്ങളുടെ പ്രാക്ടിക്കൽ വർക്ക് ബുക്കിന് നമുക്ക് കിട്ടുന്നത് 2 മാർക്കാണ്. CE മാർക്കിന് 10 മാർക്കും. ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? അല്ലെ, 50-ൽ 50 നിങ്ങൾ മേടിക്കുന്നതായിരിക്കും. എല്ലാവർക്കും 50-ൽ 50 കിട്ടട്ടെ. ഇനി ഇതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. പ്രാക്ടിക്കൽ വർക്ക് ബുക്ക് നിങ്ങളുടെ ഈ ഒരു 2 മാർക്ക് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ പരീക്ഷ നടത്തുന്ന അധ്യാപകൻ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ CE മാർക്ക് നിങ്ങൾക്ക് അറിയാലോ, 10 മാർക്ക് നന്നായിട്ട് മേടിച്ചോളണം. ഇനി എങ്ങനെയാണ് ഈ തിയറിയിലെ 10 മാർക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, പ്രാക്ടിക്കൽ എക്സാമിന്റെ 28 മാർക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് ഒന്നുകൂടെ വിശദീകരിച്ച് നോക്കാം. അതിനു മുന്നേ മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. IT പരീക്ഷയ്ക്ക് തിയറി, പ്രാക്ടിക്കൽ എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ആയിരിക്കും തിയറി, പ്രാക്ടിക്കൽ ഭാഗങ്ങൾ കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത്. അതില് നമുക്ക് എന്താണ് 50 സ്കോറാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 10 മാർക്ക് തിയറി ഭാഗത്തിൽ നിന്നും 28 മാർക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ഭാഗത്തു നിന്നും 2 മാർക്ക് എന്താണ് നമുക്ക് പ്രാക്ടിക്കൽ വർക്ക് ബുക്കിനും അതുപോലെ തന്നെ 10 മാർക്ക് CE പ്രവർത്തനങ്ങൾക്കുമായിരിക്കും ലഭിക്കുന്നത്. അതുപോലെ എന്താണ് പ്രാക്ടിക്കൽ വർക്ക് ബുക്ക് 28 സ്കോറിനുള്ള പ്രാക്ടിക്കൽ ഭാഗത്തിന്റെ ഉൽപ്പന്നങ്ങളും പരീക്ഷ നടത്തുന്ന അധ്യാപകർ തന്നെയാണ് മൂല്യനിർണ്ണയം നടത്തേണ്ടത്. അപ്പൊ നിങ്ങളുടെ പ്രാക്ടിക്കലും അതുപോലെ തന്നെ ഈ ബുക്കിന്റെയും, അതായത് ഈ 28 മാർക്കും ആ 2 നിങ്ങളുടെ പ്രാക്ടിക്കൽ വർക്ക് ബുക്കിന്റെ 2 മാർക്കും നിങ്ങൾക്ക് തരുന്നത്, അതായത് 30 മാർക്ക് നിങ്ങൾക്ക് തരുന്നത് ആ പരീക്ഷ അധ്യാപകനായിരിക്കും. പിന്നെ നമ്മുടെ തിയറി എക്സാമിന്റെ തിയറി ഭാഗത്തിന്റെ ആ 10 മാർക്ക്, തിയറിയുടെ 10 മാർക്ക് നിങ്ങൾക്ക് തരുന്നത് ആരാണ്? കമ്പ്യൂട്ടർ ആയിരിക്കും. അതായത് തിയറി ഭാഗത്തിന്റെ മൂല്യനിർണ്ണയം നടത്തുന്നത് സോഫ്റ്റ്വെയർ തന്നെ ആയിരിക്കും നടത്തുന്നത്. IT പരീക്ഷയുടെ സമയം എന്ന് പറയുന്നത് എത്രയാണ്? 1 മണിക്കൂർ ആയിരിക്കും. ഈ 1 മണിക്കൂറിൽ തന്നെയാണ് സമാശ്വാസ സമയം, നമ്മുടെ കൂൾ ഓഫ് ടൈം ഒക്കെ എന്താണ് ഈ 1 മണിക്കൂർ ആയിരിക്കും. അപ്പൊ ഒരു കുട്ടിക്ക് എത്രയാണ് എക്സാം എഴുതാനുള്ള സമയം? 1 മണിക്കൂർ. അതിൽ കൂടുതൽ ഉണ്ടെന്ന് വിചാരിക്കേണ്ട. അപ്പൊ കമ്പ്യൂട്ടറിൽ കൃത്യമായിട്ട് അത് ക്രമീകരിച്ചിരിക്കും. സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ കൃത്യം 1 മണിക്കൂർ ആവുന്നേരം എക്സാം തീരും. അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിട്ട് നിങ്ങൾ പോവുക. ഇനി നമ്മൾ പറയുന്നത് തിയറിയെ കുറിച്ചാണ്. അപ്പൊ തിയറിക്ക് എത്ര മാർക്കാണ്? 10 മാർക്കാണ് എന്ന് പറഞ്ഞല്ലോ. ഈ 10 മാർക്ക് തന്നെ കിട്ടുന്നത് നമുക്ക് 2 സെക്ഷൻ ആയിട്ടായിരിക്കും. ആദ്യത്തെ സെക്ഷനിൽ എത്രയെണ്ണാണ്? തന്നിരിക്കുന്നതിൽ നിന്നും ഏറ്റവും അനുയോജ്യമായ ഒരു ഉത്തരം തിരഞ്ഞെടുക്കാം. എത്രയാണ്? മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും, അല്ലെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ നമ്മൾ ഒരു ഉത്തരം തിരഞ്ഞെടുക്കണം. അപ്പൊ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്നും ഒരു ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പൊ എത്രയാണ്? അര മാർക്ക് വീതമായിരിക്കും. 10 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ സെക്ഷനിൽ നമുക്ക് 5 മാർക്ക് കിട്ടും. തിയറിയിലെ ആദ്യത്തെ സെക്ഷനിൽ അല്ലെ ഒരു ഉത്തരം പിക്ക് ചെയ്യണം, അര മാർക്ക് വീതമായിരിക്കും. അങ്ങനെ 10 ചോദ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം, ഉത്തരം കൊടുക്കണം. അങ്ങനെ 5 മാർക്ക് കിട്ടും. അതിലെ തിയറിയിലെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്നവയിൽ നിന്നും അനുയോജ്യമായിട്ടുള്ള 2 ഉത്തരങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം. എത്ര ഉത്തരം? 2 ഉത്തരം. അപ്പൊ 5 അവിടെ കിട്ടി. ഇവിടെ എന്താണ്? സെക്ഷൻ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് 2 ഉത്തരം തിരഞ്ഞെടുക്കണം. ഓരോ ചോദ്യത്തിനും എത്രയാണ്? 1 സ്കോർ വീതമായിരിക്കും. അങ്ങനെ 5 ചോദ്യങ്ങളാകും ഉണ്ടാകുക. 5 ചോദ്യങ്ങൾക്കും ഉത്തരം രേഖപ്പെടുത്തേണ്ടതാണ്. എന്നാൽ ഈ വിഭാഗത്തിൽ നിന്നും ലഭിക്കുന്ന സ്കോർ എത്രയായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, അങ്ങനെ 5 5 10 ആയിരിക്കും തിയറി ഭാഗത്തിൽ നിന്ന്. ഇനി നമ്മുടെ പ്രാക്ടിക്കലിലേക്ക് വരികയാണെങ്കിൽ എന്താണ്? പ്രാക്ടിക്കൽ ഭാഗത്തിന്റെ സ്കോർ എന്ന് പറയുന്നത് 28 ആണ്. ഇതിൽ എത്ര ഭാഗങ്ങളുണ്ട്? നേരത്തെ 2 ഭാഗങ്ങളാണ് കണ്ടത്. പ്രാക്ടിക്കലിൽ നമുക്ക് എത്ര ഭാഗങ്ങളുണ്ട്? 4 ഭാഗങ്ങളായിട്ടുണ്ടായിരിക്കും. 4 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ ഭാഗത്തിലും നിങ്ങൾക്ക് ഓപ്ഷൻ സഹിതം 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഒന്നിനായിരിക്കണം നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടത്. കേട്ടല്ലോ? അപ്പൊ എന്താണ്? 4 വിഭാഗങ്ങളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ചോദ്യങ്ങളിൽ ഓരോ ഭാഗത്തിലും ലഭ്യമാകുന്ന 2 ചോദ്യങ്ങൾ, ഓരോ ഭാഗത്തിലും 4 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ ഭാഗത്തിലും 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ചോദ്യത്തിനാണ് നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടത്. 2 എടുത്ത് എഴുതി സമയം കളയരുത്. ഒറ്റ ഒന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ഭാഗം 2ലേക്ക്
ഭാഗത്തിലേക്ക് പോവുക. പിന്നെ അതിൽ ഭാഗം 2 എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന ഒരു ചോദ്യം നിങ്ങൾ പിക്ക് ചെയ്യുക, എന്നിട്ട് അതിന് ആൻസർ കൊടുത്തിട്ട് ഭാഗം 3 പോകുക. അവിടെയും 2 ചോദ്യം ഉണ്ടായിരിക്കും, അതിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു ചോദ്യം എഴുതുക. ഭാഗം 4 പോകാം. നമുക്ക് 1 മണിക്കൂറേ ഉള്ളൂ. അതിന് മുന്നേ എന്താണ്, ഈ പ്രാക്ടിക്കലിലെ 4 ഭാഗങ്ങളും നമുക്ക് ഉത്തരം കൊടുക്കണം, ഓരോന്നിനും ഉത്തരം കൊടുക്കണം എന്നുള്ളത് മൈൻഡിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് പ്രാക്ടിക്കൽ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന പാഠഭാഗങ്ങളും ഓരോ പാഠഭാഗത്തിനുമുള്ള സ്കോറും ചുവടെ ചേർക്കുന്നു. ഇനി ഏതൊക്കെയാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഈ ഒരു എക്സാമിന് ഉണ്ടാകുന്ന പാഠങ്ങൾ എന്ന് മിസ് പറഞ്ഞുതരാം. ഏതൊക്കെയാണ്? ഡിസൈനിങ്ങിന്റെ ലോകത്തേക്ക് ഭൂപട വായന, അതിൽ നിന്നും 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിലെന്താണ്, ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക. എത്ര മാർക്ക് ഉണ്ടായിരിക്കും? ഒന്ന് ആലോചിക്കണം. 4 ഭാഗങ്ങളിലായിട്ട് 7 മാർക്കാണ്. അപ്പോൾ 7 മാർക്കാണ് നിങ്ങൾ ഒരു വിഭാഗം വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാവുക. അപ്പോൾ ഓരോ വിഭാഗത്തിലും 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. നിങ്ങൾക്ക് അറിയുന്ന, ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു ചോദ്യം നിങ്ങൾ പിക്ക് ചെയ്യുക. അപ്പൊ 7 മാർക്ക് ഉണ്ടായിരിക്കും. പ്രസിദ്ധീകരണത്തിലേക്ക് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും എന്താണ്, 2 ചോദ്യം തരും. അതിൽ ഒരു ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, അതിന് 7 മാർക്കാണ്. പിന്നെ എന്താണ്, പൈത്തൺ ഗ്രാഫിക്സ് വിവരസഞ്ചയം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 1 മാർക്കായി ഒരു ചോദ്യം നിങ്ങൾ പിക്ക് ചെയ്യുക, എന്നിട്ട് 7 മാർക്കായിരിക്കും. ചലിക്കും ചിത്രങ്ങൾ, വെബ് ഡിസൈനിങ് മിഴിവോടെ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ചോദ്യം പിക്ക് ചെയ്യുക, 7 മാർക്ക്. അങ്ങനെ നിങ്ങളുടെ പ്രാക്ടിക്കൽ വർക്ക് ബുക്ക് എന്താണ്, ടീച്ചർ നോക്കും. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് എന്താണ്, മൊത്തത്തിൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്തിട്ട് ആ 30 മാർക്ക് എത്ര തരണമെന്ന് അധ്യാപകൻ തീരുമാനിക്കുക. ആ 30 വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ IT എക്സാമിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണകളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി വേഗം പോയിട്ട് പാഠഭാഗങ്ങളൊക്കെ പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടും. എല്ലാവർക്കും എന്താണ്, ഇപ്പോൾ എങ്ങനെയാണ് എക്സാമിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു വ്യക്തത വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഗായ്സ്.